السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടിനെ പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞു, മഹത്തരമായ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റജബ് മാസം ആരംഭിച്ചത് മുതൽ നമ്മളൊരു ദുആ ചെയ്യുന്നുണ്ട്. പതിവായി നമ്മളൊരു ദുആ ചെയ്യുന്നുണ്ട്. كان رسول الله صلى الله عليه وسلم إذا دخل رجب قال اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ഈ ദുആ നമ്മൾ റജബ് തുടങ്ങിയത് മുതൽ നമ്മൾ ചെയ്യുന്നവരാണ്. എന്നാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഈ മാസത്തിലും വരുന്ന മാസത്തിലും നീ ബറക്കത്ത് ചെയ്യണേ. റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ. റമളാനിലെ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഈ ബറക്കത്ത് എന്ന് വെച്ചാൽ എന്താ? അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബറക്കത്ത് എന്ന് വെച്ചാൽ അൽ ബറക്കത്തു സുബൂത്തുൽ ഖൈരിൽ ഇലാഹി ഫിശൈ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഐശ്വര്യം നിലനിൽക്കലാണ്. ഐശ്വര്യം ഉണ്ടാവല് മാത്രമല്ല, അത് നിലനിൽക്കലും കൂടിയാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാതെ കുറച്ച് സാമ്പത്തികം ഉണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് മക്കൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുക എന്ന് മാത്രമല്ല, അത് നിലനിന്ന് കിട്ടുക എന്നത് കൂടിയാണ് ഈ ബറക്കത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ജീവിതത്തിലെ സകല കാര്യങ്ങളിലും ഈ ബറക്കത്ത് നമുക്ക് ആവശ്യമാണ്. സമ്പത്തിൽ വേണം, മക്കളിൽ വേണം, ആരോഗ്യത്തിൽ വേണം, അതുപോലെ നമ്മുടെ കുടുംബത്തിൽ വേണം, ജോലിയിൽ വേണം, നമ്മുടെ വാഹനത്തിൽ വേണം, നമ്മൾ മരിക്കുമ്പോൾ മരണത്തിൽ ബറക്കത്ത് വേണം എന്ന് വേണ്ട. എത്ര ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ബറക്കത്ത് അത് ഒഴിവാകാൻ പാടില്ല. അല്ലാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് പറയുന്നത്? ഖുർ റബ്ബി അൻസിൽനി മുൻസലം മുബാറകാ വഅൻത ഖൈറുൽ മുൻസിലീൻ. നമ്മൾ ചിന്തിച്ചു നോക്കണേ. അവരിങ്ങനെ കപ്പലിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കപ്പലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇറങ്ങാനൊരു സ്ഥലം കാണിച്ചു തരണേ എന്ന് പറഞ്ഞ ആ ദുആ വല്ലാത്ത ദുആയാണ്. ഇവിടെയുള്ള ബറക്കത്തിന്റെ വിശദീകരണം, മുബാറക്കൻ എന്ന് പറഞ്ഞ ബറക്കത്തിനുള്ള വിശദീകരണം മുഫസ്സിരീങ്ങൾ പറയുന്നു, യാതൊരു വിഷമവും ഇല്ലാതെ യാത്ര അവസാനിക്കണം. ഒരു യാത്രയ്ക്കൊരു വിഷമം ഉണ്ടാവരുത്. രണ്ട്, ഇറങ്ങുന്ന സ്ഥലം ബറക്കത്തുള്ളതാവണം. എന്ന് വെച്ചാൽ ഇനിയും ഞങ്ങൾക്ക് ശത്രുക്കളെ കാണിച്ചു തരല്ലേ, ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാക്കല്ലേ. കാരണം ഒരുപാട് ഉപദ്രവം സഹിച്ചിട്ടാണല്ലോ യാത്ര തുടങ്ങിയത്. അതുപോലെ ഇനി ഞങ്ങളെ ശത്രുക്കളുടെ മുന്നിലെത്തിക്കല്ലേ. ഈ ബറക്കത്തിന്റെ ആശയം. സല്ലല്ലാഹു അലൈഹി വസല്ലമ പല കാര്യങ്ങളിലും ബറക്കത്ത് തേടിയിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, اللهم بارك لنا في أسماعنا وأبصارنا وقلوبنا
وأزواجنا وذرياتنا. അള്ളാഹുവിൻ്റെ ഹബീബ് ബറക്കത്ത് തേടിയിരുന്ന ചില കാര്യങ്ങൾ. അള്ളാഹുവേ, ഞങ്ങളുടെ കേൾവിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ, കാഴ്ചയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ സമാധാനം ധൈര്യം നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അപ്പം ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം, ഭാര്യ സന്താനങ്ങളിൽ ബറക്കത്ത് നൽകണം, എല്ലാത്തിലും ബറക്കത്ത് വേണം. വേണ്ടേ? ബറക്കത്ത് വേണം. അല്ലാഹുവിൻ്റെ ഹബീബ് ബറക്കത്തിന് വേണ്ടി ഒരുപാട് ഇതിനു പുറമെ ബറക്കത്ത് ലഭിക്കാൻ ചില കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പ്രവാചകന്റെ സേവകനായിരുന്ന സമയത്ത് എന്നോട് പ്രവാചകൻ പറയുകയാണ്, നിനക്ക് ബറക്കത്ത് വേണോ? നിനക്ക് ബറക്കത്ത് വേണമെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുക. ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, നമ്മളോടും കൂടിയാണ് പറയുന്നത്. നമ്മളും ഇത് ചെയ്യാൻ തയ്യാറായാൽ നമുക്കും ബറക്കത്തുണ്ടാവും. നമ്മളും ഇത് ചെയ്യാൻ തയ്യാറായാൽ നമുക്കും ബറക്കത്തുണ്ടാവും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്താണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്? ഇദാ ദഖൽത അലാ അഹ്ലിക, നിന്റെ വീട്ടിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് നീ പ്രവേശിച്ചാൽ, ഫസല്ലിം, നീ സലാം ചൊല്ലണേ, യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക. ഫസല്ലിം, നീ സലാം പറഞ്ഞാൽ, യകുൻ ബറകതൻ അലൈക, അത് നിനക്ക് ബറക്കത്താണ്, വഅലാ അഹ്ലി ബൈതിക, നിന്റെ കുടുംബാദികൾക്കും അത് ബറക്കത്താണ്. അനസേ, അപ്പോൾ നീ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നീ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അത് നിനക്കും നിന്റെ കുടുംബാദികൾക്കും ബറക്കത്താണെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രമല്ല ഖുർആൻ പറയുകയാണ്, ഇദാ ദഖൽതും ബുയൂത ഫസല്ലിമു അലാ അൻഫുസികും. ഇനി പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും, ഹദീസിലാണ് കണ്ടത്. ഇനി പരിശുദ്ധ ഖുർആനിൽ, ഇദാ ദഖൽതും ബുയൂതൻ, നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബാ, അനുഗ്രഹീതവും പാവനവുമായ ഉപചാരമെന്ന നിലയിൽ നിങ്ങൾ അവരോടൊന്ന് സലാം പറയണേ. കുടുംബാദികളോട് സലാം പറയൽ ബറക്കത്ത് ലഭിക്കാൻ കാരണമായി തീരും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ന് മാത്രമല്ല, ബറക്കത്ത് ലഭിക്കാൻ രണ്ടാമത്തെ കാര്യം, കുടുംബബന്ധം ചേർക്കുന്നത് ബറക്കത്ത് ലഭിക്കാൻ കാരണമാണ്. നമ്മൾ കുടുംബബന്ധം ചേർത്താൽ അതും ബറക്കത്ത് ലഭിക്കാൻ കാരണമാണ് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم من أحب أن يبسط له في رزقه, ആർക്കെങ്കിലും അവന്റെ ഭക്ഷണ വിശാലതയെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, നല്ല ഭക്ഷണ വിശാലത ഒരാൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഭക്ഷണ വിശാലത വേണോ, വയൻസഅലഹു ഫീ അസ്രിഹി, ആയുസ്സിൽ ബറക്കത്ത് വേണോ, ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ, അവൻ കുടുംബബന്ധം ചേർത്ത് കൊള്ളട്ടെ. അപ്പൊ ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ, ആയുസ് വർദ്ധിപ്പിച്ച് കിട്ടിയാൽ മാത്രം പോരാ, അതിൽ ബറക്കത്തും കൂടി വേണം. അള്ളാഹുവിന്റെ ത്വാഅത്തിനായി ജീവിക്കാൻ നമുക്ക് കഴിയണം. മൻ അഹബ്ബ അൻ യുബ്സത ലഹു റിസ്ഖഹു, ഭക്ഷണ വിശാലത വേണോ, ദാരിദ്ര്യമില്ലാതെ ജീവിക്കണോ, കുടുംബബന്ധം ചേർക്കണം. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുക.
സമ്പത്തിൽ നിങ്ങൾക്ക് ബറക്കത്ത് വേണമെങ്കിൽ, നിനക്കൊരു സമ്പന്നനാകണമെങ്കിൽ, അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അൽ ഖനാഅതു യക്ഫീ, അത്യാഗ്രഹമില്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ബറക്കത്തും റഹ്മത്തും റാഹത്തും നൽകുമത്രേ. എന്ന് മാത്രമല്ല, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, യബ്നാ ആദം, അല്ലയോ ആദം സന്തതികളെ, ഇൻ റളീത ബിമാ ഖസംതു ലക, ഞാൻ നിനക്ക് നൽകിയതായ, നിങ്ങൾക്ക് നൽകിയതായ സമ്പത്ത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ, അതെന്തായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിനക്ക് നൽകിയതായ സമ്പത്ത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ, അറഹത്തു ഖൽബക വ ബദനക, നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും ഞാൻ റാഹത്ത് നൽകും. നിന്റെ ശരീരത്തിൽ റാഹത്തുണ്ടാവും, നിന്റെ മനസ്സിൽ സമാധാനം നൽകും. വ ഇല്ലം തർള ബിമാ ഖസംതു ലക, നീ ഞാൻ തന്നതിൽ എങ്ങാനും തൃപ്തി നൽകിയില്ലെങ്കിൽ, തൃപ്തി തേടിയില്ലെങ്കിൽ, ഒരു തൃപ്തിയില്ലാത്തവനായി ഇത് പോരാ എന്നെങ്ങാനും പറഞ്ഞാൽ ശ്രദ്ധിക്കണേ. ഖസംതു ലക സല്ലത്തു അലൈക ദുനിയാ, ഈ ദുനിയാവിനെ നിനക്ക് ഞാൻ ഇങ്ങനെ അധീനപ്പെടുത്തി തരും, ദുനിയാവിനെ നിനക്ക് മുന്നിലേക്ക് ഞാൻ ഇട്ടു തരും. എന്നിട്ട് അവിടെ നീ നടക്കും, അതിലൂടെ നീ നടക്കും. ഹത്താ തർകുള ഫീഹാ കറകൽ വഹ്ശി ഫിൽ ബരിയാ, സമ്പത്ത് തേടിക്കൊണ്ട് നീ ഭൂമിയിലൂടെ നടക്കുന്നതാണ്. നീ സമ്പത്തിന്റെ പിന്നാലെ ഭൂമിയിലൂടെ കടന്നു പോകുന്നതാണ്. അങ്ങനെ കടന്നു പോയാൽ വന്യമൃഗങ്ങൾ അതിൻ്റെ ഇരയെ തേടുന്നത് പോലെ, കാട്ടിലൂടെ വന്യമൃഗങ്ങൾ ഇരയെ തേടി നടക്കുന്നത് പോലെ നീ നടക്കും. ഒരു ഫലവും ഉണ്ടാവില്ല എന്ന് അല്ലാഹുവിൻ്റെ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, സയഅതി സമാനുൻ അലാ ഉമ്മതി, എൻ്റെ ഉമ്മത്തിനൊരു കാലഘട്ടം കടന്നു വരാനുണ്ട് സ്വഹാബ, യഫിറൂന മിനൽ ഉലമാ, പണ്ഡിതന്മാരിൽ നിന്നും ഈ ഉമ്മത്ത് ഓടി ഒളിക്കുന്നതാണ്, അവരിൽ നിന്ന് ഓടിപ്പോകുന്നതാ. കമാ യഫിറുൽ ഗനമു അനിദ്ദഅബി, ചെന്നായകളിൽ നിന്ന് ആടുകൾ ഓടുന്നത് പോലെ അവരോടിപ്പോകുമത്രേ. ഉലമാക്കളിൽ നിന്ന്, പണ്ഡിതന്മാരിൽ നിന്ന് ഓടി രക്ഷപ്പെടുമത്രേ. ചിന്തിച്ചു നോക്കണം, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇബ്തലാഹുമുല്ലാഹു ബിസലാസതി അശ്യാ, പണ്ഡിതന്മാരുടെ ഉപദേശം കേൾക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ അല്ലാഹുവിൻ്റെ പരീക്ഷണം നിങ്ങൾക്ക് കടന്നു വരുമത്രേ. 3 പരീക്ഷണം നിങ്ങൾക്ക് കടന്നു വരുമത്രേ. അല്ലവ്വലു യർഫഉൽ ബറകതു മിൻ അംവാലിഹിം, നിങ്ങളുടെ സമ്പത്തിനുള്ള ബറക്കത്തിനെ അല്ലാഹു ഉയർത്തി കളയുന്നതാണ്. നിങ്ങളുടെ സമ്പത്തിനുള്ള ബറക്കത്തിനെ അല്ലാഹു തആല എടുത്തു കളയും. വസാനി, രണ്ടാമത്തെ പരീക്ഷണം, സലത്തല്ലാഹു അലൈഹിം സുൽത്താനൻ ജാഇറാ, അക്രമിയായ ഒരു ഭരണാധികാരിയെ, കരുണയില്ലാത്ത ഒരു ഭരണാധികാരിയെ നിങ്ങൾക്ക് അല്ലാഹു തആല നിയോഗിച്ചു തരുന്നതാണ്. വസ്സാലിസു യഖ്റുജൂന മിനദ് ദുനിയാ ബിലാ ഈമാൻ,
ഈമാനില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വിട പറയേണ്ടി വരും, മരിച്ചു പോകേണ്ടി വരുമെന്ന് ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. സമ്പത്തിൽ ബറക്കത്തില്ലാത്തതിന്റെ കാരണമെന്തേ? എന്തേ ദുഷ്ടന്മാരായ ഭരണാധികാരികൾ നമ്മളിലേക്ക് കടന്നു വന്നത്? എന്തേ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാത്തത്? അള്ളാഹുവിൻ്റെ ആ ബറക്കത്ത് എന്ന് പറയുന്ന സാധനം നമ്മുടെ കുടുംബത്തിലില്ല. അതുണ്ടാവണമെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ, അതുപോലെ ആ കുടുംബാദികളിൽ ഒരു സലാമെങ്കിലും പറയാൻ നമ്മൾ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിന്റെ കേദാരമാക്കി നമ്മളുടെ കുടുംബത്തെ മാറ്റുമത്രേ. അതുറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ബറക്കത്ത് നേടണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ. നമ്മൾ ദുആ ചെയ്യുന്നതാണ് എന്നതുപോലെ എപ്പോഴും നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, ഏതൊരു സമയത്തും, ഏതൊരു ദുആയുടെ സമയത്തും, ഏത് ഒറ്റയ്ക്കിരിക്കുമ്പോഴും കുടുംബത്തിനോടൊപ്പം ഇരിക്കുമ്പോഴും ഏത് സമയത്തും ഈ ദുആ ചെയ്യണേ. അതല്ല റമളാൻ കഴിഞ്ഞാലും അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന ദുആ നിങ്ങൾ കൂടുതലായി ചെയ്യണേ. ഇത് എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.